ഹേ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ്ട് ഞങ്ങളുടെ വൈശുക്കുട്ടിക്ക് അങ്ങനെ 2 വയസ്സായി. അപ്പോൾ അവൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങിയ കേട്ടോ. ഞങ്ങൾ ഇന്ന് ടാക്സിയിലാണേ വന്നത്. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടോ കാറിലൊക്കെ കയറുന്നത്. അപ്പം ഇന്ന് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ടാക്സിയിലാട്ടോ വന്നത്. അപ്പം നമ്മളിപ്പോൾ വന്നത് എംപോറിയം മാളിലാണ്. നന്ദുവിൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ കേട്ടോ ഈ എംപോറിയം മാളുള്ളത്. അതുകൊണ്ട് അവിടെ കേക്കിന് ഓർഡർ കൊടുത്തത്. ഇത് കണ്ടോ, നമ്മളുടെ നാട്ടിലെ കടലാസ് ചെടിയാണ്. ഇത് ശരിക്കും ഞാൻ വിചാരിച്ചത് ഒറിജിനൽ പ്ലാന്റ് ആണെന്ന്, പിന്നെ മനസ്സിലായത് അത് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണെന്ന് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു ഭംഗി കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ താണ്ട ഞങ്ങൾ ഇവിടെയാണ് കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്യാതറീന, ദൈവമേ അങ്ങനെയല്ലേ പ്രൊണൗൺസ് ചെയ്യുന്നത്, അങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നത്. ക്യാതറീന ഇവിടെ കേട്ടോ കേക്കിന് ഓർഡർ കൊടുത്ത്. നമ്മൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ആട്ടോ പറഞ്ഞത്. നമ്മൾ 2 പേർക്കും ചോക്ലേറ്റ് ഇഷ്ടമായതുകൊണ്ട് ആ ഒരു ഫ്ലേവറിലെ കേക്കാട്ടോ പറഞ്ഞത്. ഈ സാധനത്തിൻ്റെ പേര് സിംലാണാണേ, സിംല അങ്ങനെയാണേ പേര്, ഈ ഒരു സ്വീറ്റിൻ്റെ പേര്. ഇതിന് ഇവിടെ ഒരു ദിവസം തന്നെ ഉണ്ട് കേട്ടോ, ഒരു ആഘോഷമായിട്ട് സിംല ഡേ എന്നും പറഞ്ഞൊരു ഡേ തന്നെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നലെ ആയിരുന്നു കേട്ടോ ആ ദിവസം. അപ്പം നന്ദുവിൻ്റെ ഓഫീസിലൊക്കെ ഇത് കുറേ വെച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ആ സ്വീറ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കൊക്കെ മേടിച്ച് കഴിഞ്ഞതാ പിന്നെ വന്നത് ഈ ഡെക്കറേഷൻ ഐറ്റം കിട്ടുന്ന ഒരു ഷോപ്പിലോട്ടാട്ടോ. ഒരുപാട് സാധനമൊന്നും മേടിക്കുന്നില്ല, കുറച്ച് ബലൂണോ അങ്ങനെ എന്തെങ്കിലും മേടിക്കണം. അപ്പം അത് മേടിക്കാനായിട്ട് അതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കടയിലാട്ടോ വന്നത്. അപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായ അത്യാവശ്യം ബലൂൺസിനൊക്കെ തന്നെ നല്ല റേറ്റും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 പാക്കറ്റ് ബലൂണും പിന്നെ ഒരു ക്യാൻഡിലും മാത്രമാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഈ ലിന്നിൻ്റെ ഷോപ്പിൽ കയറണം എന്ന്. അപ്പം ഞങ്ങൾ അവിടെയും കൂടി കയറി കേട്ടോ. നമ്മൾ എപ്പോഴും ഈ മാളിലൊന്നും വരാറില്ല, വരുമ്പോഴൊക്കെ ഞാൻ ഈ ലിന്നിൻ്റെ ഷോപ്പിൽ കയറി കുറച്ച് മുട്ടായി മേടിക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ചെന്നപ്പോൾ ദുബായിലെ വൈറൽ ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഒരു 119 രൂപ, ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു 1000 രൂപയ്ക്ക് അടുത്ത് വരും കേട്ടോ. അപ്പം ഞങ്ങളത് മേടിച്ചില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദുബായിൽ ചെന്നപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അതിൻ്റെ കേക്ക് സഹിതം മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഞാൻ ഉദ്ദേശിച്ച് വന്ന ചോക്ലേറ്റ് ലിൻഡിൻ്റെ കിട്ടിയില്ല കേട്ടോ. എങ്കിലും ഒരു 3-4 മുട്ടായി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചും ടാക്സി പോകാമെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ ഇത് ടാക്സി ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇത് പോകാനായിട്ട് വെയിറ്റ് ചെയ്യും. ഒരു 5 മിനിറ്റ് താമസമുണ്ട് അത് വരാനായിട്ട്. അപ്പോൾ താണ്ട സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നേ. അപ്പോൾ ഞാൻ ഈ ഒരു മുറിയിലാണ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അവളുടെ പ്ലേ ഹൗസ് ആയാലും കേക്കൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ മുറിയിലാണ് കേട്ടോ. അപ്പം അത് ഞങ്ങളുടെ തുണി ഇടുന്ന ഒരു ചെറിയ പഴയ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ അതൊന്ന് ആ മുറിയിൽ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയ്ക്ക് നന്ദു നമ്മൾ മേടിച്ച പ്ലേ ഹൗസൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഹൈക്കേന്ന് മേടിച്ചായതുകൊണ്ട് നമ്മളെല്ലാം നമ്മൾ തന്നെ അസംബിൾ ചെയ്യണം. അതുകൊണ്ട് അതെല്ലാം അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നന്ദു കേട്ടോ. അപ്പോൾ കുറേ ബലൂണൊക്കെ ഞാൻ വീർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വീർപ്പിക്കാൻ ഞാൻ കുറേ പാടുപെട്ട് ഗൈസ്. നന്ദുവിന് വീർപ്പിക്കാൻ അറിയത്തില്ല, പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇതെല്ലാം വീർപ്പിച്ചത്. നന്ദുവിന് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ, എനിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കുറച്ച് ബലൂണെങ്കിലും അത് വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ മുറി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കേക്ക് അവളെ വിളിച്ചിട്ട് വന്നിട്ട് കേക്കൊക്കെ കൊണ്ടുവെക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ്ട് വൈഷുവിനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വിളിച്ചേ. സാധാരണ നന്ദു വരാറില്ല, ഇന്ന് നന്ദുവും കൂടി വരാമെന്ന് പറഞ്ഞു കേട്ടോ വൈഷുവിനെ വിളിക്കാനായിട്ട്. പക്ഷെ അത് അവൾക്കും ഒരുപാട് സന്തോഷമായി. നന്ദുവിനെയും കൂടി കണ്ടപ്പം ഞങ്ങൾ 2 പേരും കൂടി വിളിക്കാൻ വന്നപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെപ്പോൾ അവളെ വിളിക്കാൻ ചെന്നാലും നമ്മളെ പെട്ടെന്ന് കാണുമ്പോൾ അവൾ കരയും കേട്ടോ. എന്താണെന്നറിയില്ല, അത് ചിലപ്പോൾ നമ്മളെ കാണുന്ന സന്തോഷം കൊണ്ടായിരിക്കും. പക്ഷെ അതൊരു പ്രത്യേക ഫീൽ തന്നെ കേട്ടോ ആ കരച്ചിൽ കാണുമ്പം. അപ്പം വൈഷുവിന് ഞങ്ങൾ മേടിച്ച ഈ ഒരു ഡ്രസ്സാണ്, ഓൺലൈൻ വഴിയാണ് മേടിച്ചത്. വലിയ വിലയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും ഇവൾ പിന്നീട് ഈ ഡ്രസ്സ് ഇടത്തില്ല, അവൾക്ക് ഇങ്ങനത്തെ ഫ്രോക്കൊക്കെ ഇടാൻ ഭയങ്കര മടിയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വലിയ വിലയൊന്നും ഉള്ള ഡ്രസ്സൊന്നും അല്ല കേട്ടോ മേടിച്ചത്. ഓൺലൈൻ വഴിയിൽ നിന്ന് തന്നെ ഒരു
നമുക്ക് കണ്ടിട്ട് പെട്ടെന്ന് ഇഷ്ടം തോന്നിയൊരു ഡ്രസ്സായിരുന്നു. അപ്പോൾ അത് തന്നെ മേടിച്ച്. അപ്പം ദാണ്ട് അവളെ റൂം തുറന്ന് കാണിക്കുക കേട്ടോ. നമ്മൾ ഒരുപാടൊന്നും ഇല്ല, ആ പ്ലേ ഹൗസും അവിടെ സെറ്റ് ചെയ്ത് കുറച്ച് ബലൂണും മാത്രം അവിടെ വീർപ്പിച്ചിട്ടിട്ടുണ്ട്. അവൾക്ക് ബലൂൺ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാവും കേട്ടോ. അവൾക്ക് ബലൂൺസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം റൂമിൽ കയറിയപ്പോൾ തന്നെ അവൾ ആ ബലൂണെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾക്ക് അറിയുന്നില്ല എന്താ സംഭവം ഇതെന്നുള്ളത്. കുറേ ബലൂണുകളൊക്കെ വീർപ്പിച്ചിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ച കേക്ക്. ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് മാക്രോൺസും കൂടി മേടിച്ചു കേട്ടോ. അപ്പോൾ ഈ ചെറിയ ക്യാൻഡിൽസൊക്കെ ഞാൻ ഐക്യ പോയപ്പോൾ മേടിച്ചതാണ്. പിന്നെ ഈ രണ്ടെന്ന് എഴുതിയത് നമ്മളിന്ന് മാളിൽ പോയപ്പോൾ മേടിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അതിൻ്റെ ഇടയ്ക്ക് ക്യാമറയുടെ മുന്നിൽ വന്നിങ്ങനെ പൊട്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു. ടെൻഷൻ അങ്ങനല്ല, ഇവക്ക് ശരിക്കും ഈ ഹാപ്പി ബർത്ത്ഡേ പാട്ട് അത്ര ഇഷ്ടമല്ല കേട്ടോ. നമ്മൾ ടി വിയിലൊക്കെ ഇടയ്ക്ക് കേട്ടാൽ പോലും ഇവക്ക് അത്ര താല്പര്യമില്ല ആ പാട്ട് കേൾക്കുന്നതിന്. കരയും കേട്ടോ ചിലപ്പോഴൊക്കെ അത് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇവൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ആ പാട്ടിടാൻ സമ്മതിക്കുമോ എന്നുള്ളത്. പക്ഷേ എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ കുറേ വട്ടം, ഒരു 2-3 വട്ടമെങ്കിലും ആ പാട്ടിട്ട് കേക്ക് കട്ട് ചെയ്യേണ്ടി വന്ന്. മീൻസ് ഒരു വട്ടം കട്ട് ചെയ്യുക, അവൾ പിന്നെയും ആ പാട്ടിട്ട് പിന്നെയും കട്ട് ചെയ്യാൻ പറയും. അങ്ങനെ ആയിരുന്നു കേട്ടോ. അങ്ങനെ 2-3 വട്ടമെങ്കിലും ഞങ്ങൾ ആ പാട്ടിട്ട് കേക്ക് കട്ട് ചെയ്ത് കാണും. ഒരു ചെറിയ ബർത്ത്ഡേ ആഘോഷമായിരുന്നെങ്കിലും, ഞങ്ങൾ 3 പേരും ഒതുങ്ങുന്ന ഒരു ചെറിയ ആഘോഷമായിരുന്നെങ്കിലും ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. അവളും നല്ല ഹാപ്പി ആയിരുന്നു, അവൾക്കും ഒരുപാട് സന്തോഷമായി. അപ്പം അത്രയേ ഉള്ളൂ ഗായ്സ്. നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗായ്സ്.